നമ്മളെവിടെ പാനിരിക്കുക? ഞാൻ ഇവിടെ പിള്ളേരുടെ കൂടെ ഒക്കെ ഇന്ന് തിരുവനന്തപുരത്തൊക്കെ ചുമ്മാ ഇരിക്കുമല്ലേ. ഇപ്പൊ പിള്ളേരുടെ കൂടെ ഒക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നടക്കാനും കാണാനും എടുക്കാനും ഇപ്പോഴെല്ലാം ഒക്കത്തുള്ളൂ. ഇപ്പൊ ആകുമ്പോ ആരോഗ്യം ഉണ്ടല്ലോ. നല്ല ആരോഗ്യം. അതോ നല്ല ആരോഗ്യമാ. ആണോ? അവിടെ എല്ലാം കാണാനും ഒക്കെ അവിടെ എല്ലാം കാണാനും പണി ചെയ്യാനും എല്ലാം നല്ല കഴിവുണ്ട്. പണിയൊന്നും ഇല്ലല്ലോ ഇവിടെ. പണിയുണ്ട്, പണി ചെയ്യാം. ആണോ? അതിന് നല്ല ധൈര്യമോ പണി ചെയ്യാൻ. പക്ഷെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലല്ലോ. മുട്ടിന് വേദന, കാലിന് വേദന, നടുവിന് വേദന, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കില്ല. അതുകൊണ്ട് എന്താ പണി വേണേലും ചെയ്യാം. പിന്നെ ഇവിടെ ആയോണ്ട് അങ്ങ് കുത്തിയിരിപ്പാ. എന്റെ നാട്ടിലാന്ന് വയ്യത്തൊക്കെ ഇറങ്ങി വെളിയിലിറങ്ങി. നാടെവിടാ? എന്റെ നാട് കോടഞ്ചേരി. അവിടാന്നേ അമ്മച്ചി നല്ല പണി. അവിടാന്നേ അയ്യത്തൊക്കെ ഇറങ്ങി പോവുകയും പണി ചെയ്യുകയും എടുക്കുകയും കുരുമുളക് പറിക്കുകയും ഒക്കെ ചെയ്യും. എല്ലാം ചെയ്യും. എല്ലാ പണിയും ചെയ്യും. ചുമ്മാ കിടന്ന് ഉറങ്ങത്തൊന്നുമില്ല. ഇവിടെ ചുമ്മാ ഇരിപ്പല്ലേ. എനിക്കിങ്ങനെ ഇരിക്കുന്ന ഇഷ്ടമല്ല. അല്ലയോ? ഒരിക്കലും ഇത്രയും നാളും അമ്മച്ചി നല്ലപോലെ ജോലി ചെയ്തില്ലയോ? നല്ലപോലെ ജോലി ചെയ്തു. പശുക്കറവ, പിന്നെ പശുവിനെ കറക്കണ, ഹോട്ടല്, ചായക്കട, ഇതെല്ലാം ഞാൻ നല്ല രീതിയിൽ നടത്തിയതാ. അത് നല്ല കഴിവായിരുന്നു എനിക്ക്. ഇപ്പോഴും കഴിവുണ്ട്. കഴിവ് നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ഇപ്പൊ ചെയ്യുന്നില്ല. ചുമ്മാ അങ്ങ് ഇരിപ്പാ. ഉണ്ടെങ്കിൽ ചെയ്യാം. ഒരു ചായക്കടയും ഒരു ഹോട്ടലും പലചരക്ക് ഇങ്ങനെയുള്ള എല്ലാം ഞാൻ ഒറ്റക്ക് ചെയ്തതാ. അച്ചാച്ചനുണ്ടായിരുന്നു. അച്ചാച്ചനുണ്ട്. അച്ചാച്ചൻ്റെ ജോലിക്കാരും ഒക്കെ. അച്ചാച്ചന് അങ്ങ് രാഷ്ട്രീയം കളിച്ച് ചുമ്മാ അങ്ങ് നടക്കുമായിരുന്നു. കടയെല്ലാം നോക്കുന്നത് എടുക്കുന്നത് ഞാന്. കട ജോലിക്കാരുണ്ട്. ചായക്കടയിലും ഹോട്ടലിലും ഒക്കെ ജോലിക്കാരുണ്ട്. അല്ല, ഇത്രയും നാളും ഒക്കെ അങ്ങനെല്ലാം ചെയ്തെന്നാ ഇനി ഇപ്പൊ ചുമ്മാ തങ്ങിരിക്കത്തില്ലയോ? ഇനി ചുമ്മാ ഇരുന്നാ അങ്ങ് ഇരിപ്പായിപ്പോ. അങ്ങനെ ചുമ്മാതിരിക്കല്ലേ. കഴിവുള്ള രീതി വിട്ടേക്കണം. ഇപ്പൊ ഇവിടെ വന്ന് ഞാൻ ചുമ്മാതങ്ങിരിക്കും. നാട്ടിലാണെങ്കിൽ വല്ല അയ്യത്തൊക്കെ ഇറങ്ങി വല്ല നടക്ക് എടുക്ക് എല്ലാം ഒക്കെ ചെയ്യും. നമ്മുടെ വീട്ടിലാണെങ്കിൽ അവിടെ വന്ന് ഇറങ്ങി നടക്കാൻ പറമ്പ് സ്ഥലം ഒരുപാടുണ്ടല്ലോ. ഇവിടെ അമ്മച്ചി സിനിമ കാണുന്നില്ലയോ? സിനിമ ഏത് സിനിമയാ ഇഷ്ടം? എനിക്ക് നസീറിന്റെ സിനിമ ഇഷ്ടം. ആണോ? നസീർ, ജയഭാരതി, ഷീല, ശാരദ, ഇവരൊക്കെ എന്റെ സിനിമയുടെ പേര് ഓർമ്മയുണ്ടോ? അതൊന്നും ഓർമ്മയില്ല. കണ്ണപ്പനുണ്ണി. അയ്യോ, അതൊക്കെ ഭയങ്കര ഇഷ്ടം എനിക്ക്. പഴയ സിനിമ എനിക്ക് ഇഷ്ടം. പഴയത് അതൊക്കെ കാണാൻ നല്ല രസമില്ലേ. അതൊക്കെ ഞങ്ങൾ ഇരുന്ന് കാണുമല്ലേ. ഇപ്പൊ ഇവിടെ കാണുന്നുണ്ടല്ലോ. ഇനിയിപ്പൊ അതൊക്കെ മതി അമ്മച്ചി. അമ്മച്ചി ഒത്തിരി നാള് ജോലി ചെയ്തു. അതിനെന്തോ ഇപ്പൊ ജോലി ചെയ്തെന്നും പറഞ്ഞ് അങ്ങ് ഇരിക്കരുത്. കഴിവുള്ളിടത്ത് കഴിയുന്ന അത്രയും കയ്യും കാലും നേർത്ത് ജോലി ചെയ്യണം. വയ്യാതെ വരുമ്പോ ഇരിപ്പായി പോണം. ഇപ്പൊ വയ്യാഴിയൊന്നുമില്ല. ഇപ്പൊ എനിക്ക് എന്റെ കൈക്കോ കാലിനോ മുട്ടനോ നടുവിനോ ഒന്നും ഒരു കുഴപ്പമില്ല. ചെറുപ്പത്തിൽ നല്ല ആഹാരം ഉണ്ടായിരുന്നു. എന്താന്നറിയോ? തേനും നെല്ലിക്കായി നല്ലപോലെ കഴിച്ചു. നല്ലപോലെ വനത്തിനടുത്തല്ലയോ തേനും നെല്ലിക്കായി. ഇത് രണ്ടും കഴിച്ചാൽ രോഗമില്ല. അതായിരിക്കും അമ്മച്ചിക്ക് ഒരു ഇന്ന് വരെ ഒരു ഡോക്ടർമാരെന്നെ തൊട്ടിട്ടില്ല. തൊട്ടിട്ടില്ലെന്നല്ല, എനിക്ക് അങ്ങനെയുള്ള അസുഖങ്ങളില്ല. മുട്ടിന് വേദനയോ കാലിന് വേദനയോ ചുമയോ. ഇതൊക്കെ കഴിച്ചിട്ടാണോ? ഇതൊക്കെ കഴിച്ചിട്ടാ. നല്ല സാധനം. നല്ല സാധനം. വനത്തിനടുത്തല്ലയോ താമസം. നെല്ലിക്ക, തേന്, ഇത് രണ്ടും ശരിക്ക് കഴിച്ചിട്ടുണ്ട്. അത് ശരിക്കും എന്റെ ശരീരത്തുണ്ട് താനും. കാര്യം ഇന്ന് വരെ ഒരു രോഗം പിടിച്ചിട്ടില്ല. രോഗം മാറിപ്പോവുക. ഞാൻ ഇന്നുവരെ ഒരു അതാ അമ്മച്ചിക്ക്. ഞങ്ങൾക്കൊക്കെ കൊറോണ വന്നിട്ടും അമ്മച്ചി ഞങ്ങളെ എനിക്ക് കൊറോണ എന്താ വന്നാലും ഏത് രോഗം അമ്മച്ചിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിലെല്ലാവർക്കും കൊറോണ വന്നു. പക്ഷെ അന്നേരം അമ്മച്ചിയെ ഞങ്ങൾ മാറ്റണമെന്ന് എല്ലാവരും പറഞ്ഞു ആദ്യ സമയത്ത് തന്നെ. പക്ഷെ ഈ അമ്മച്ചി ഞങ്ങൾ കണ്ണ് തുറന്ന് നോക്കുമ്പം അമ്മച്ചി തന്നെ ചോദിക്കുക, ദൈവമേ ഈ കുഞ്ഞിനെ എന്തിനാ ഇങ്ങനെ മേളിൽ ഒറ്റയ്ക്ക് കൊണ്ടിട്ടിരിക്കുന്നത്. ഞങ്ങൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അമ്മച്ചി ഒരു കസേര ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കുക. പക്ഷേ എനിക്ക് ഭയങ്കര പേടി. അമ്മച്ചിക്ക് ഇത്ര ഏജൊക്കെ ആയില്ലയോ.
അപ്പോൾ വരും എന്നുള്ളതായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും വന്നിട്ടും അമ്മച്ചിക്ക് വന്നില്ല. പനി വന്നാലും എൻ്റെ കൂടെ കട്ടിലേ കിടക്കും, പക്ഷെങ്കിൽ അമ്മച്ചിക്ക് വരത്തില്ല. അതെന്താന്ന് അമ്മച്ചി പറയുന്നത് ഒരു കാര്യം ശരിയാ, ഈ തേനും നെല്ലിക്കായും ഒക്കെ പറയുന്നത് ഭയങ്കര പ്രതിരോധ ശക്തി കൂട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം, സമയമാണ്. ഓക്കെ, പോയിട്ട് വരട്ടെ.